നാം ദിവസേന കാണുന്ന വസ്തുക്കൾ എല്ലാം ഒരുപോലെയാണോ? കല്ല്, വെള്ളം, വായു ഇവയെല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഇവയെല്ലാം ഒരേ വിഭാഗത്തിലാക്കാമോ? സയൻസിൽ എല്ലാം തുടങ്ങുന്നത് ഒരു ഡെഫിനിഷനിലൂടെയാണ്. ഭാരമുള്ളതും സ്ഥലം കൈവശം വയ്ക്കുന്നതുമായ എല്ലാ വസ്തുക്കളെയും നാം മാറ്റർ എന്ന് വിളിക്കുന്നു. മാറ്റർ ഒരേ രൂപത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇവയെ മാറ്ററിൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. സോളിഡിന് സ്ഥിരമായ ആകൃതിയുണ്ട്, സ്ഥിരമായ അളവുമുണ്ട്. കല്ല് ഒരു സോളിഡിൻ്റെ ഉദാഹരണമാണ്. ലിക്വിഡിന് സ്ഥിരമായ ആകൃതിയില്ല, പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കും, പക്ഷേ അളവ് സ്ഥിരമാണ്. ഗ്യാസിന് സ്ഥിരമായി ആകൃതിയില്ല, സ്ഥിരമായ അളവുമില്ല. വായു ഒരു ഗ്യാസിൻ്റെ ഉദാഹരണമാണ്. നമുക്ക് കാണാനാകാത്തതാണ് മാറ്ററിൻ്റെ വലിയ രഹസ്യം. മാറ്റർ ചെറു ചെറു പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പാർട്ടിക്കിൾസ് എപ്പോഴും ചലനത്തിലാണ്. അതുകൊണ്ട് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പാർട്ടിക്കിൾസ് പടരുന്നു. ഈ പ്രക്രിയയെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉണ്ട്. ഈ സ്പേസ് ഉള്ളതിനാലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. പാർട്ടിക്കിൾസ് തമ്മിൽ ആകർഷണ ശക്തിയുണ്ട്. സോളിഡിൽ ഈ ശക്തി കൂടുതലായതിനാൽ ഡിഫ്യൂഷൻ മന്ദമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വേഗത്തിൽ ചലിക്കുന്നു, അതുകൊണ്ട് ഡിഫ്യൂഷൻ വേഗത്തിലാകും. പ്രഷർ കൂടുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് കുറയുന്നു, അതുകൊണ്ട് ഗ്യാസ് ലിക്വിഡായി മാറുന്നു. ഇവയാണ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ. പാർട്ടിക്കിൾസ്, സ്റ്റേറ്റ്സ്, ഡിഫ്യൂഷൻ. പഠനം ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.